നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരു ആകത്തുകയൊക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും അധികാരത്തിൽ ഏറ്റു തുടങ്ങി, പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. ഇനി വിരലിൽ ഉണ്ടാവുന്ന മാസങ്ങൾ മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കാൻ. ഇനി അടുത്ത 3.0 ഒക്കെ തന്നെ പലരും ലക്ഷ്യം കാണുന്നുണ്ട്. ആരെവിടെ നിൽക്കുമെന്നുള്ളൊരു സംശയം പലർക്കുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോഴിതാ അങ്ങനെ കൂട്ടത്തോടുകൂടി പലരും സംഘി എന്ന് വിളിച്ച രാഹുലിനെയും അതുപോലെ തന്നെ ശ്രീ പണിക്കരെയൊക്കെ സംഘി എന്ന് വിളിച്ച പലരും സംഖ്യയായി മാറുന്ന കാഴ്ച കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രജി ലൂക്കോസിനെ CPM-ന് വേണ്ടി ഘോരം ചാനലുകൾ കയറി ഇറങ്ങി ഘോരം ന്യായീകരിച്ചു മുഴുകിയ രജി ലൂക്കോസ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ BJP-യിലേക്ക് എത്തിയിരിക്കുകയാണ്. BJP-യിലേക്ക് എത്തി BJP ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. സന്ദീപ് വാര്യർ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രജി ലൂക്കോസ് ഒക്കെ BJP-യിലേക്ക് പോകുന്നത് ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ്, മാത്രമല്ല ദൂതുമായിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടം കയറി പൊട്ടിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൃത്യമായി തന്നെ ഈ രജി ലൂക്കോസ് ഒക്കെ തന്നെ BJP-യിലേക്ക് ചേക്കേറി എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ 12ഓളം കോൺഗ്രസ് കൗൺസിലർമാർ BJP-യിലേക്ക് പോയി എന്ന വാർത്തകളൊക്കെ വന്നിരിക്കുന്നു. ഇപ്പോൾ ആരെവിടെ നിന്ന് പോയാലും രാഹുൽ മാങ്കൂട്ടത്തിന് കുഴപ്പമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം ഒറ്റയായി നിന്ന് BJP-യും അല്ല, കോൺഗ്രസും അല്ല, CPM-ഉം അല്ലാതെ എല്ലാത്തിൽ നിന്നും പുറത്താക്കിയ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. കപ്പൽ ആടി ഉലയുകയാണ്, മാത്രമല്ല സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ നടുകടലിലേക്ക് എടുത്തു ചാടുക കൂടിയാണല്ലോ സാർ എന്ന് പറയുകയാണ്. ഇത്രയും കൃത്യമായി എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ ഇതിനേക്കാൾ എങ്ങനെയാണ് നന്നായി വിശേഷിപ്പിക്കാൻ കഴിയുക? ഒന്നുകൂടി വായിക്കാം. കപ്പൽ ആടി ഉലയുക, മാത്രമല്ല സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ നടുകടലിലേക്ക് എടുത്തു ചാടുക കൂടിയാണല്ലോ സാർ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ, ഈ കപ്പൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഉലയില്ല സാർ എന്ന് അഹോരാത്രം പറഞ്ഞ നിയമസഭയിൽ ഇത് തലയെടുപ്പോടുകൂടി പറഞ്ഞ മന്ത്രി ഭരിക്കുന്ന ഭരണത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. കഴിഞ്ഞ ദിവസം കൂടിയാണ് ഗർഭിണിയായ ഒരു യുവതിയുടെ ഗർഭം കഴിഞ്ഞതിന് ശേഷം വയറിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു. 75 ദിവസത്തിന് ശേഷം വയറിൽ നിന്നും തുണിക്കട്ട ഇളകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നിൽക്കാനും ഇരിക്കാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിൽ ആ യുവതി അനുഭവിച്ച ദുഃഖവും ദുരിതവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസമാണ് മലയാള മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അതേ കപ്പിത്താന്റെ അതേ പാർട്ടിയിൽ നിന്നും ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ ഇന്നലെ സന്ധ്യയ്ക്ക് വരെ അതേ കപ്പിത്താനെ പുകഴ്ത്തിയിരുന്ന രജി ലൂക്കോസ് ആണ് ഇന്ന് BJP-യിലേക്ക് എത്തുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി തനിക്ക് ഒരു വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരുന്നു, തനിക്ക് കുറച്ച് അധികം നാളുകളായി എനിക്ക് ഇതിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോന്നും തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യവും സാധ്യതയും അവകാശവും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും തിരഞ്ഞെടുത്തത് നല്ല കാര്യം. എന്തായാലും ഇന്നലെ വൈകുന്നേരം വരെ ചാനലിൽ വന്നിരുന്ന പിണറായി 3.0 എന്ന് തള്ളിയ മനുഷ്യനാണ് ഓരോരോ അവസ്ഥകളെ. ഇന്നലെ വരെ മുണ്ടെടുത്ത മോദിയെ ന്യായീകരിച്ചു, ഇന്ന് മുതൽ കോട്ടിട്ട മോദിയെയും ന്യായീകരിക്കും. ഒരു വ്യക്തിക്ക് നിലപാടും ആശയവും പാർട്ടിയും മാറാൻ ഒരു മിനിറ്റ് പോലും വേണ്ട എന്ന് തെളിയിച്ചു ചാണകത്തിൽ ചാടി രജി ലൂക്കോസ് എന്ന ഇടതു സഹയാത്രികൻ എന്ന് പറയുന്നുണ്ട്. 34 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച CPIM-ന് 2011-ലാണ് അധികാരം നഷ്ടമായത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സീറ്റുകളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുകയും 2021-ൽ അത് 0-ലെത്തുകയുമായിരുന്നു. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന പാർട്ടി അവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ച ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. ഭൂമി ഏറ്റെടുക്കൽ കർഷക രോക്ഷവും സിംഗൂർ, നന്ദിഗ്രാം, ത്രിപുരയിൽ CPIM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി പ്രധാനമായും 2 ഘടകങ്ങളിലായി ആകെ 35 വർഷ ഭരണം നടത്തിയിട്ടുണ്ട്. വ്യവസായികളുടെ കുറവും തൊഴിലില്ലായ്മയും യുവാക്കളെ സർക്കാരിനെയും ചതിപ്പിച്ചും ചലോ ഈ പാട്ടായി വരൂ മാറ്റാം എന്ന മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുടെ വാഗ്ദാനങ്ങളും ജനങ്ങളെ ആകർഷിച്ചു. അപ്പോഴേ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ചർച്ചയാകുന്ന 2 പ്രധാന വിഷയങ്ങളാണ് നിങ്ങൾ സൂചിപ്പിച്ചത്. CPIM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണവും വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര പദ്ധതിയായ PM ശ്രീ സംബന്ധിച്ച തർക്കങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമാണ്. അന്വേഷണ ഏജൻസികളുടെ മെല്ലപ്പോക്ക്, ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത്, കരിമണൽ കർത്ത കേസ് തുടങ്ങിയവയിൽ കേന്ദ്ര ഏജൻസികൾ വേണ്ടത്ര വേഗതയിൽ അന്വേഷണം നടത്തുന്നില്ല. തൃശൂർ പൂരം വിവാദം അധികാരത്തിന് വേണ്ടി ആദർശം അടിയറവ് വെക്കുകയും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വർഗീയത വിളമ്പുകയും ചെയ്യുന്ന CPIM നേതാക്കളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു. ഇതാണോ നിങ്ങൾ പറയുന്ന യഥാർത്ഥ മതേതരത്വം? ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ രാജ്യത്തിന്റെ ഭീഷണി ഉയർത്തുന്ന BJP-യുടെ ഭരണകൂട നടപടികളെ കുറിച്ച് പലരും മൗനം പാലിക്കുന്നു. സംഘപരിവാർ അജണ്ടകൾക്കെതിരെ സംസാരിക്കാൻ മടിക്കുന്നവർ കോൺഗ്രസിന്റെ മതേതര നിലപാടുകളെ സംശയിക്കുന്നത് എന്തിനാണ്? BJP-യുടെ വർഗീയ അജണ്ടയെ കുറിച്ച് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെ തന്നെ BJP എതിർത്തുകൊണ്ട് പലരും പറയുന്നുണ്ട്.
എന്തായാലും Pro Max എന്നൊക്കെ പറയുന്നുണ്ട്. CPMന്റെ ചാനൽ ചർച്ചകളിലെ പോരാളി. ഇന്ന് രാവിലെയും കടന്നൽ കൂടുകൾക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസുകൾ എടുത്ത കടന്നൽ രാജ്. കോൺഗ്രസിനെ തെറി പറയാൻ ആവേശം കാട്ടുന്ന പിണറായി എന്ന ദൈവത്തെ ആരാധിക്കുന്ന റെജി ലൂക്കോസ്. രാജ്യത്തെ കനൽ ഒരു തരിയെങ്കിൽ അത് താനാകുമെന്ന് പ്രഖ്യാപിച്ച സഖാവ്. ഏതെങ്കിലും ഒരു അനുഭവിയല്ല നേതാവ്. ദാ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു. ഞങ്ങൾക്കതിൽ തെല്ലും സന്തോഷമില്ല, മറിച്ച് ആശങ്കയുണ്ട്. RSS നയങ്ങളെ ചുവന്ന പരവതാനി വിരിച്ച പിണറായിയും കൂട്ടരും ഇവിടേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ CPM പോരാളികൾ BJP ആവുകയാണ്. ഇത് അപകടമാണ് എന്ന് പറയുന്നു. ആടി ഉലയുമ്പോൾ ഒരു കഷ്ണം കോണാൻ തുണി പോലും ഇടാതിരുന്നാൽ തന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് രാഹുലിനെ ഈ ഒരു സമയം ഊക്കുന്നുണ്ട്. സങ്കടകരം എന്നല്ലാതെ എന്തു പറയാൻ, ഈ പരനാറികളൊക്കെ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക എന്നാണ് ചിലരും ചോദിക്കുന്നത്. കലക്കി എന്ന് കുറെ കമന്റ് കണ്ടു. അതെന്തേ രാഹുലെ കലക്കി എന്ന് ഇരട്ടപ്പേരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ബ്രിട്ടാസിന്റെ പാലമാണ് ഈ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഒരു കേസും കൂടി പൊങ്ങാനുണ്ടല്ലോ രാഹുൽജി, ആശംസകൾ എന്ന് പറയുന്നവരുണ്ട്. ഇന്നലെ വരെ അന്ത്യചർച്ചയിൽ പിണറായി വിജയന്റെ എല്ലാ കൊളരുതായ്മകളെ ന്യായീകരിച്ചിരുന്ന റെജി ലൂക്കോസ് ഇന്ന് രാവിലെ BJPയിൽ. വല്ലാത്ത ജാതി തന്നെ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് സ്വീകരിച്ച വല്ലാത്ത ജാതി ചാട്ടം എന്ന് ആടി ഉലഞ്ഞപ്പോൾ സഹയാത്രികയുടെ ജാക്കറ്റ് ഊരി നടുകടലിലേക്ക് ചാടിയവനെന്ന് മറ്റു ചിലർ പറയുന്നു. എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ എന്തായാലും ആവേശഭരിതമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും റെജി ലൂക്കോസ് ഇത്ര വേഗം ഇങ്ങനെ മറുകണ്ഠം ചാടുമെന്ന സ്വപ്നത്തെ പോലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഈ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു ദൂതായി മാറിയോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഇതേ സന്ദീപ് വാര്യരാണ് മുമ്പ് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറിയത് എന്ന് പറയണത്തില്ല. എന്തായാലും ആവേശഭരിതമാണ്. എന്തൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾ കാണേണ്ടി വരിക എന്ന് കണ്ടു തന്നെ അറിയണം.